പ്രിയ വിദ്യാർത്ഥികളെ, +2 കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് വേണ്ടിയുള്ള 7ാമത്തെ ചാപ്റ്റർ ആണിത്. ഇതിന് മുമ്പുള്ള 6 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിലും അതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കാണുക. അതിനുശേഷം ഈ വീഡിയോ കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും. ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. വെബ് ഹോസ്റ്റിംഗ്. നമുക്ക് ഇപ്പം നമ്മൾ വെബ് പേജ് ഉണ്ടാക്കാനായിട്ടാണ് പഠിച്ചത്. അത് HTML പഠിച്ചു, അഡ്വാൻസ് HTML പഠിച്ചു, ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടൊരു വെബ്സൈറ്റ് ഡാറ്റ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് വാലിഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൊടുക്കാനായിട്ടും പഠിച്ചു. ഇനി ഇത് സെർവറിലേക്ക് നമ്മൾ ഹോസ്റ്റ് ചെയ്യണം. സെർവറിലേക്ക് ഹോസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് പബ്ലിക് ആവുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ ആക്സസ് ചെയ്യത്തക്ക രീതിയിലൊക്കെ ഇത് മാറത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. വെബ് ഹോസ്റ്റിംഗ്. ഇതിനകത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും പരീക്ഷ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ആദ്യം നോക്കാം. വെബ് ഹോസ്റ്റിംഗ് ഈസ് ദ സർവീസ് ഓഫ് പ്രൊവൈഡിംഗ് സ്റ്റോറേജ് സ്പേസ് ഇൻ എ വെബ് സെർവേഴ്സ് ടു സെർവ് ഫയൽസ് ഫോർ എ വെബ്സൈറ്റ് ടു ബി മെയ്ഡ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്. അതായത് ഇൻ്റർനെറ്റിൽ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് പേജ് അവൈലബിൾ ആക്കി തരാൻ വേണ്ടി സെർവറിനകത്തെ സ്ഥലം കുറച്ച് സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ പ്രൊവൈഡ് ചെയ്ത സ്ഥലത്തേക്ക് നമ്മുടെ വെബ്സൈറ്റ് കൊണ്ട് എത്തിക്കുന്ന പ്രോസസ്സാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെബ് ഹോസ്റ്റിംഗ് ആദ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. വെബ് ഹോസ്റ്റിംഗ് ഏതൊക്കെ തരത്തിലുണ്ട് വെബ് ഹോസ്റ്റിംഗ്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സ്കൂള് വലിയ ഇമേജും പടമൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഒരു 4 MB ഹാർഡ് ഡിസ്ക് മതിയായിരിക്കും സെർവറിനകത്തിൽ. എന്നാൽ സ്റ്റാൻഡേർഡ് പാക്കേജായി 10 MB 20 MB ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. വലിയ ഓഫീസസും അല്ലെങ്കിൽ എൻ്റർപ്രൈസസും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കൂടുതൽ സ്പേസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിന് പൈസ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും. എന്തുവായാലും വെബ് സെർവറിലെ കുറച്ച് സ്ഥലം നമ്മൾ വാങ്ങിക്കുന്നു. അതാണ് ഈ പറയുന്ന വെബ് ഹോസ്റ്റിങ്ങിന് ആദ്യമായിട്ട് വേണ്ട ഒരു ഘടകം. ഈ വെബ് ഹോസ്റ്റിങ് പല പാക്കേജസിൽ കിട്ടും. ഹോസ്റ്റിംഗ് പാക്കേജ് അല്ലെങ്കിൽ ഷെയർഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, വിർച്വൽ ഹോസ്റ്റിംഗ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഷെയർഡ് ഹോസ്റ്റിംഗ്, വിർച്വൽ ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. അതിൽ ഒന്നാമത്തെയാണ് ഷെയർഡ് ഹോസ്റ്റിംഗ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതെന്താണെന്നുള്ളത്. ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് ഇസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ഷെയർ ബിക്കോസ് മെനി ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് ആർ സ്റ്റോർഡ് ഓൺ ദി സിംഗിൾ വെബ് സെർവർ ആൻഡ് ദ ഷെയർ റിസോഴ്സസ് ലൈക്ക് റാം ആൻഡ് CPU. അതാണ് അതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് റെഫേർഡ് ടു ബി ഷെയർഡ് ബിക്കോസ് മെനി ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ്, ഒരുപാട് വെബ്സൈറ്റുകൾ സ്റ്റോർ ചെയ്യുന്നു. എവിടെ? ഓൺ എ സിംഗിൾ വെബ് സെർവർ ആൻഡ് ദേ ഷെയർ റിസോഴ്സസ് ലൈക്ക് റാം ആൻഡ് CPU. അങ്ങനെയുള്ളതിനെയാണ് നമ്മളിത് പറയുന്നത് ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊത്തിരി പരിമിതികളും ഗുണങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിമിതിയായിട്ട് ഒത്തിരി ഗുണങ്ങളുണ്ടെങ്കിൽ പരിമിതിയായിട്ട് പറയുന്നത് ഡ്രോബാക്ക് ഈസ് ദാറ്റ് സിൻസ് ദ ബാൻഡ്വിഡ്ത്ത് ഈസ് ഷെയർഡ് ബൈ സെവറൽ വെബ്സൈറ്റ്സ്, if any of these has a large volume of traffic, it will slow down all other websites hosted in the shared server. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകാർക്ക് കൂടുതൽ ട്രാഫിക്കുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ അത് മുഴുവൻ പേരെയും അത് ബാധിക്കും. അതാണ് അതിനകത്ത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പം അവരെല്ലാം ഷെയർ ചെയ്യുമെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാൻഡ് വിഡ്ത്ത് ഉണ്ട്, ലാർജ് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഷെയർഡ് ഹോസ്റ്റിംഗ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ഫോർ സ്മോൾ വെബ്സൈറ്റ്സ് ദാറ്റ് ഹാവ് ലെസ് ട്രാഫിക്. ഷെയർ സർവീസ് ആർ ചീപ്പർ ആൻഡ് ഈസി ടു യൂസ് സിൻസ് ദേ ആർ കോൺഫിഗേർഡ് വിത്ത് ദ മോസ്റ്റ് പോപ്പുലർ ഓപ്ഷൻസ്. രണ്ടാമത്താണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. ആ പേര് കേൾക്കുമ്പോൾ അറിയാം എന്താ. ഡെഡിക്കേറ്റഡ് വെബ് ഹോസ്റ്റിംഗ് ഇസ് ദ ഹോസ്റ്റിംഗ് വെയർ ദ ക്ലയൻറ്റ് ലീസസ് ദ എൻറ്റയർ വെബ് സെർവർ ആൻഡ് ഓൾ ഇറ്റ്സ് റിസോഴ്സസ്. അത് ലീസിനെടുക്കുകയാണ്, വാടകയ്ക്ക് എടുക്കുകയാണ്. ഒരു അതായത് ക്ലയൻറ്റ് എൻ്റെ വെബ് സെർവറിനെ കഴിഞ്ഞ് വാടകയ്ക്ക് എടുക്കുക ചെയ്യുന്നത്. വെബ് സെർവർ ഇസ് നോട്ട് ഷെയർഡ് വിത്ത് എനി അതർ വെബ്സൈറ്റ്. വെബ്സൈറ്റ്സ് ഓഫ് ലാർജ് ഓർഗനൈസേഷൻ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് where there are large number of visitors opt for dedicated hosting. Here the client has the freedom to choose the hardware and software for the server
ആൻഡ് ഹാസ് ഫുൾ കൺട്രോൾ ഓവർ ദി വെബ് സെർവർ. അതാണ് അതിൽ പ്രത്യേകത എന്ന് പറയുന്നത്. ഫുൾ കൺട്രോൾ ഉണ്ടായിരിക്കും. ആൻഡ് ഡെഡിക്കേറ്റഡ് ആണ്. ആ എടുക്കുന്ന ആൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് അത്. If the client is allowed to place their own purchased web server in the service provider's facility, then it is called co-location. അങ്ങനെ ഒരു വാക്ക് കൂടെ പറയുന്നുണ്ട്. co-location എന്താണെന്ന് പറയുന്നുണ്ട്. ഇനി വിർച്വൽ പ്രൈവറ്റ് സെർവർ VPS. A virtual private server is a physical server that is virtually partitioned into several servers using the virtualization technology. ഇതൊരു വിർച്വൽ ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ് ആണ്. മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നതാണ് VPS ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ വിർച്വലായിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ് ഈ പറയുന്ന വെബ് സെർവറിനെ. ഈച്ച് VPS വർക്ക്സ് സിമിലർ ടു എ ഡെഡിക്കേറ്റഡ് സെർവർ ആൻഡ് ഹാസ് ഇറ്റ്സ് ഓൺ സെപ്പറേറ്റ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വെബ് സെർവർ സോഫ്റ്റ്വെയർ ആൻഡ് പാക്കേജസ് ലൈക്ക് ഇമെയിൽ അഡ്രസ്, ഇമെയിൽ ഡാറ്റാബേസ് ആർ ഇൻസ്റ്റാൾഡ് ഇൻ ഇറ്റ്. Unlike shared hosting, VPS provides a dedicated amount of RAM for each virtual web server. Each of these VPS work as a fully independent web server as if it were running on the separate physical server. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രം ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഷെയർഡും ഡെഡിക്കേറ്റഡും VPS ഹോസ്റ്റിംഗ് നന്നായിട്ട് മനസ്സിലായി. ഈ ഒരു ചിത്രം വരച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സം പോപ്പുലർ സെർവർ വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർസ് ആർ VMware, VirtualBox, FreeVPS, UserMod, Linux, Microsoft Hyper-V are examples of these virtualization softwares. അത് നമുക്ക് മനസ്സിലാക്കി. ഇനി ബൈങ് ഹോസ്റ്റ് സ്പേസ്. നമ്മൾ പറഞ്ഞല്ലോ ഉണ്ടാക്കുന്ന ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് നമ്മൾ ഹോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ബൈ ഹോസ്റ്റ് സ്പേസ്. ആ സെർവറിനകത്തെ കുറച്ച് സ്ഥലം നമ്മൾ വാങ്ങിക്കണം. We have designed and stored the web pages of our school website in a folder in the computer. These files are to be copied to the web server to make it available on the internet. For this appropriate type of web hosting has to be chosen. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വെബ് ഹോസ്റ്റിംഗ് നമ്മൾ ചൂസ് ചെയ്യണം. അത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് നമ്മളത് എടുക്കേണ്ടത്. Once the type of hosting server is decided, hosting space has to be purchased from the web hosting servers. അപ്പോൾ നമ്മൾ ഏത് തരം വേണമെന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് അത് വാങ്ങിക്കണം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് വിൻഡോസ് ഹോസ്റ്റിംഗ് ഉണ്ട്, ലിനക്സ് ഹോസ്റ്റിംഗ് ഉണ്ട്. ഹിയർ വി നീഡ് ടു ചൂസ് ബിറ്റ്വീൻ എ വിൻഡോസ് സെർവർ ഓർ എ ലിനക്സ് സെർവർ. If our website contains only HTML code, we can choose any server. Other features like database support, email facility can also be considered while choosing the web host. Domain name registration. അപ്പോൾ നമ്മൾ ഹോസ്റ്റ് സ്പേസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ നമ്മൾ എടുക്കണം. We have now bought hosting space for web pages and now we need an identification URL on the internet. www.dhsckerala.gov.in ഇത് നമുക്ക് കിട്ടണം. For this situation, a suitable domain name has to be registered for school. Domain names are used to identify the websites on the internet. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ സമീപിക്കേണ്ട ഒരാളാണ് അല്ലെങ്കിൽ the websites of web hosting companies or website like www.whois.net provide the availability checker facility where we check this. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഈ പേര് കൊടുക്കും www.dhsckerala.gov.in എന്ന് കൊടുത്താൽ അത് whois.net ചെക്ക് ചെയ്യും ഇത് നെറ്റിൽ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് അവർ ചെക്ക് ചെയ്യും. These websites check the database of ICANN that contains a list of all the registered domain names and give a response as shown. അപ്പോൾ നമ്മൾ ഒരു പേര് കൊടുക്കുന്നത് അവൈലബിൾ ആണെങ്കിൽ ICANN ചെക്ക് ചെയ്തിട്ട് ICANN ഡേറ്റാബേസിൽ പോയി ചെക്ക് ചെയ്തതിന് ശേഷം അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അവൈലബിൾ ആണെന്ന് ഉള്ളൊരു മെസ്സേജ് തരും. The registration requires filling of information for whois database of domain names for ICANN. Whois information requires the name, address, telephone number, email address of the registrant. അപ്പോൾ whois information അതിനകത്ത് ഇൻഫർമേഷനാണ് നമുക്കത് കിട്ടുന്നതാണ്. ICANN ഡേറ്റാബേസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രൊവൈഡറാണത് ICANN എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി therefore our domain name has to be connected to IP address of the web server where the web pages are stored. This is done using a record, address record of the domain name. A record is used to store the IP address of a web server connected to the domain name. അത് ചോദിക്കാറുണ്ട്, what is the purpose of that A record? A record is used to store the IP address of a web server connected to the domain name. A record can be modified by logging into control panel of the domain.
Here you can set the error code of the domain name to point the IP address of web server as shown. അപ്പോൾ ഇതിനകത്ത് 3-4 വാക്കുകൾ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ICNN, who is information, അതോടൊപ്പം തന്നെ മറ്റൊരു വാക്കാണ് എറർ കോഡ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ്റെ ഭാഗത്ത് വരുമ്പോൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് അറിയേണ്ടത്? www.whois.net പ്രൊവൈഡ് ദ അവൈലബിലിറ്റി ചെക്കർ ഫെസിലിറ്റി. അതാണ് ഈ വെബ്സൈറ്റിന് ഡൊമൈൻ നെയിം ഒക്കെ ഈ ഡേറ്റാബേസ് ഇരിക്കുന്നത് ICNN എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ICNN. ഇനി ഹൂയിസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഹൂയിസ് ഇൻഫർമേഷൻ റിക്വയർസ് ദ നെയിം, അഡ്രസ്, ടെലിഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ അഡ്രസ് ഓഫ് ദി രജിസ്ട്രൻറ്റ്. അപ്പോൾ അത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമാണ്. ദ രജിസ്ട്രേഷൻ റിക്വയർസ് ഫില്ലിംഗ് ഇൻഫർമേഷൻ ഫോർ ഹൂയിസ് ഡേറ്റാബേസ് ഓഫ് ഡൊമൈൻ നെയിം ഫോർ ICNN. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഡൊമൈൻ നെയിം നമുക്ക് അനുവദിച്ച് കിട്ടുകയുള്ളൂ. ഇനി അവർ ഡൊമൈൻ നെയിം ഹാസ് ടു ബി കണക്റ്റഡ് ടു ദി IP അഡ്രസ് ഓഫ് ദി വെബ് സെർവർ വെയർ ദ വെബ് പേജസ് ആർ സ്റ്റോർഡ്. ദിസ് ഈസ് ഡൺ യൂസിങ് എറർ കോഡ്. എറർ കോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് യൂസ് ടു സ്റ്റോർ ദി IP അഡ്രസ് ഓഫ് ദി വെബ് സെർവർ കണക്റ്റഡ് ടു ദി ഡൊമൈൻ നെയിം. അതിനെയാണ് നമ്മൾ എറർ കോഡ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക അതിനകത്തുനിന്ന്. അപ്പോൾ ഇതാണ് ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കുന്നത്. ഇനിയും FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്താണ്? ആഫ്റ്റർ ബൈയിങ് എ സ്പേസ് ഓൺ ദി ഹോസ്റ്റിംഗ് സെർവർ എ ഡൊമൈൻ നെയിം we need to transfer the files of website of our computer to the web server. This requires FTP software. അപ്പോൾ നമ്മൾ ഇതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു, സ്പേസ് വാങ്ങിച്ചു കഴിഞ്ഞു, ഡൊമൈൻ നെയിം വാങ്ങിച്ചു കഴിഞ്ഞു, നമ്മുടെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യണം. അതിനുപയോഗിക്കുന്നതാണ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പം അതാണ് അതിനകത്ത് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്തിനാണെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്താണ്. ഇനിയും ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പൈസ കൊടുത്ത് സ്ഥലം വാങ്ങിച്ച് അതിലേക്ക് ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യുന്ന കാര്യമാണ്. ഫ്രീ ഹോസ്റ്റിംഗ് പ്രൊവൈഡ്സ് വെബ് ഹോസ്റ്റിംഗ് സർവീസസ് ഫ്രീ ഓഫ് ചാർജ്. ദ സെർവർ പ്രൊവൈഡർ ഡിസ്പ്ലേസ് അഡ്വർടൈസ്മെൻറ്റ്സ് ഓൺ ദി വെബ്സൈറ്റ്സ് ഹോസ്റ്റഡ് ടു മീറ്റ് ദി എക്സ്പെൻസ്. Some free web hosting sites provided the facility to upload the files of our website in their server but may place certain restrictions on the file. അപ്പം 5 MB വരെയുള്ള ഫയൽസൊക്കെ ആണ് ഇതിനകത്തിൽ ഫ്രീ ഹോസ്റ്റിങ്ങിനകത്തിൽ വരുന്നത്. വലിയ ഡേറ്റയൊന്നും പറ്റത്തില്ല, ചെറിയ ഡേറ്റയൊക്കെ നമുക്ക് അതിനകത്തിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫ്രീ ഹോസ്റ്റ് ചെയ്യുന്ന ചില സൈറ്റൊക്കെ ഉണ്ട്. sites.google.com, yola.com എന്ന് പറയുന്നതൊക്കെ ഫ്രീ ഹോസ്റ്റിംഗ് തരുന്ന ചില സൈറ്റുകളാണ്. നമുക്ക് വെബ്സൈറ്റ് ഓഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അത് ഒരു ഫ്രീ ഹോസ്റ്റിംഗ് വെബ്സൈറ്റ്സ് ആണ് ഈ കാണുന്നത്. നമുക്ക് കുറച്ച് സ്ഥലം മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി അടുത്തൊരു ടേം കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, CMS. CMS refers to a web-based software which is capable of creating, administering, publishing websites, provides an easy way to design and manage attractive websites. അപ്പോൾ CMS എന്ന് പറഞ്ഞാൽ വെബ്-ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ്, administering and publishing websites. It provides an easy way to design, manage attractive web pages. അതിനാണ് നമ്മൾ CMS ഉപയോഗിക്കുന്നത്. ചില CMS സോഫ്റ്റ്വെയർസ് നമുക്ക് പരിചയപ്പെടാൻ കുറേ സൈറ്റുകളുടെ ടെംപ്ലേറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിൻ്റേത് കുറേ സൈറ്റുകളുടെ ടെംപ്ലേറ്റ് കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും, ഫ്രീ ആയിട്ട് ഡിസൈൻ ചെയ്യാം. അങ്ങനെ CMS സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് വേർഡ്പ്രസ്, ദ്രുപാൽ, ജൂംല ആർ എക്സാമ്പിൾസ് ഓഫ് CMS സോഫ്റ്റ്വെയർസ്. ഇനി അടുത്തൊരു ടേമാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ. ഇത് നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മൊബൈലിലാണെങ്കിൽ ഫുള്ള് കാണണം, ലാപ്ടോപ്പിലാണെങ്കിൽ ഫുള്ള് കാണണം, വേറെ ഏതെങ്കിലും ഡിവൈസിന് ഫുള്ള് കാണണം. അപ്പോൾ ഉപയോഗിക്കുന്ന ഡിവൈസ് അനുസരിച്ച് ആ വെബ്സൈറ്റ് റെസ്പോൺസ് ചെയ്യുന്നതിനാണ് നമ്മൾ റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. റെസ്പോൺസീവ് വെബ് ഡിസൈൻ is the custom of building a website suitable to work on every device and every screen size, no matter how large or small, mobile phone or desktop or television. അപ്പോൾ ഉണ്ടാക്കുന്ന വെബ്സൈറ്റ് മൊബൈൽ ഫോണിലാണെങ്കിലും ടെലിഫോണിലാണെങ്കിലും മൊബൈൽ ഫോൺ ഡെസ്ക്ടോപ്പിലാണെങ്കിലും ടെലിവിഷനിലാണെങ്കിലും എല്ലാം സ്യൂട്ടബിളായിട്ട് കാണാൻ പറ്റുന്ന ടെക്നോളജിയാണ്. ആ ഒരു ഇതിനെയാണ് നമ്മൾ റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത്, റെസ്പോൺസീവ് വെബ് ഡിസൈൻ. അപ്പോൾ ചില വർഷങ്ങളൊക്കെ ഇത് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് ചോദിക്കാറുണ്ട്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനകത്ത് ധാരാളം ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ പിന്നീട് നമ്മൾ കൂടുതലായിട്ട് ഇതിനകത്തിൽ
ഫോക്കസ് പോയിൻ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വെച്ചുകൊണ്ട് വീഡിയോ ഇടുന്നുണ്ട്. എങ്കിലും അതുവരെ നിങ്ങളത് പഠിക്കുക, എല്ലാം ക്രമമായിട്ട് പഠിക്കുക. 7 ചാപ്റ്റർ ഇപ്പോൾ ഫില്ല് ചെയ്തു. പരീക്ഷയ്ക്ക് വരുന്ന പോയിൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് മറ്റുള്ള കുട്ടികളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും, ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസിലേക്ക് വരും. താങ്ക് യു.